ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അമേരിക്കൻ മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ കൂടി കുറച്ച് റൈഡേഴ്സിനെ പരിചയപ്പെടുത്താം. US-ലെ കുറച്ച് റൈഡേഴ്സ്. ഈ റൈഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാവരും മലയാളികളാണ്. അപ്പോൾ ഇവർ ഇന്നൊരു ലോങ് ഡ്രൈവിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ യാത്രയുടെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്നും ആ യാത്രയെക്കുറിച്ചും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കമാൺ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റൈഡേഴ്സ്. അപ്പോൾ നവദീപ് ഭായ് നമ്മളെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതിൻ്റെ ഈ റൈഡേഴ്സിൻ്റെ കാര്യങ്ങളും ബാക്കി എല്ലാ വിശേഷങ്ങളും. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേര് ടസ്കേഴ്സ് എന്നാണ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ പേരിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ടസ്കേഴ്സ്? ഞങ്ങൾ ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൈഡേഴ്സ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടി ഒരു പേര് കണ്ടുപിടിക്കാൻ വി ഡിഡ് എ പോൾ ആൻഡ് ഉണ്ടായിരുന്ന ഗ്രൂപ്പിലെ ആൾക്കാരെല്ലാവരും നമ്മുടെ കേരളത്തിനോട് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് വേണമെന്നും പറഞ്ഞ് അങ്ങനെ കൊമ്പൻ ആന എന്നുള്ള ഒരു പേര് വന്നതാണ്. അങ്ങനെ കൊമ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കലൈറ്റ്സിന് ആ പേര് മനസ്സിലാവില്ല. അത് കാരണം അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ളത് ടസ്കേഴ്സിന് വെച്ച് അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 2022 സ്റ്റാർട്ട് ചെയ്തത്. 2022. ഒരു 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പൊ വി ആർ അബൌട്ട് 72 റൈഡേഴ്സ്. 72 റൈഡേഴ്സ്. 85 മോട്ടോർസൈക്കിൾസും ഉണ്ട്. ഓരോരുത്തർക്ക് മൾട്ടിപ്പിൾ ബൈക്സ് ഉള്ള കാരണം 72 റൈഡേഴ്സ് ആൻഡ് അബൌട്ട് 85 ബൈക്സ്. ഇതൊക്കെ മലയാളികളാണ് അല്ലേ? മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിനോട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർ. സോ ദോസ് ഹു ആർ ഓക്കെ വിത്ത് us conversing in Malayalam primarily and any kind of affinity or relationship to Kerala. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചൊരു യാത്ര പോയിട്ടുണ്ടോ, അതോ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് യാത്ര പോകാൻ പറ്റാറുണ്ടോ പൊതുവെ? പിന്നെ ഞങ്ങൾ ഈ വീക്കെൻഡ്സിൽ ചെറിയ റൈഡ്സ് ചെയ്യും. അത് കൂടാണ്ട് ക്വാർട്ടർലി വൺസ് അറ്റ്ലീസ്റ്റ് ഇഫ് നോട്ട് മോർ, ചിലപ്പോൾ അതിൽ കൂടുതലും ചെയ്യും. ക്വാർട്ടർലി വൺസ് ഞങ്ങൾ ഓവർനൈറ്റ് ലോങ് ട്രിപ്സ് ചെയ്യും, വിച്ച് വിൽ ബി സെവറൽ 1000 miles ആക്ച്വലി. അപ്പോൾ അത് ഓവർനൈറ്റ് ചെയ്യുന്നതിൽ അറ്റ്ലീസ്റ്റ് 6-7 പേരെങ്കിലും ഉണ്ടാവും ആ ഗ്രൂപ്പിൽ. അങ്ങനെ ഞങ്ങൾ എല്ലാ ക്വാർട്ടറും ചെയ്യാറുണ്ട്. ഇപ്പോൾ 2024 മുതൽ ഞങ്ങൾ ജസ്റ്റ് ട്രാക്ക് ചെയ്തു തുടങ്ങി. ഞങ്ങൾ ചെയ്ത മൈൽസ് വി ഹാവ് ഡൺ വെൽ ഓവർ 11,000 miles in long trips actually. And this is the biggest one we are doing. ഈ ഒരു യാത്രയെ കുറിച്ച് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു യാത്രയിലെ തയ്യാറെടുപ്പിലാണ്, എല്ലാവരും റെഡി ആയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു യാത്രയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഒരു യാത്ര അപ്പോൾ ഇത് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സും കൂടിയാണ്, സർട്ടിഫിക്കേഷൻ റൈഡും കൂടിയാണ്. അയൺ ബട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട് മോട്ടോർ സൈക്കിൾസിന്റെ. അവര് കോസ്റ്റ് ടു കോസ്റ്റ്, അതായത് ഫ്ലോറിഡയിൽ നിന്ന് സാന്റിയാഗോ വരെ 50 hours റൈഡ് ചെയ്യാൻ ആൾക്കാർക്ക് സർട്ടിഫൈ ചെയ്യും അവര്. കോസ്റ്റ് ടു കോസ്റ്റ് അയൺ ബട്ട് അസോസിയേഷൻ വേൾഡ്സ് ടഫസ്റ്റ് റൈഡേഴ്സ് എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ ഒരു ഇത് തരും അവര്. അപ്പൊ that's just a excuse for us, to be very honest. ഞങ്ങൾ ആ സർട്ടിഫിക്കേഷന്റെ പുറകിലല്ല ഓടുന്നത്. We wanted to do the coast to coast. അത് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു സർട്ടിഫിക്കേഷൻ കൂടെ കിട്ടുവാണെങ്കിൽ അതും കൂടി എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ മെഷർ ചെയ്യുന്നത് ഒരു സർട്ടിഫിക്കേഷൻ എന്ന ആ ബേസിലാണ്. അതായത് നിങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊരു റെക്കോർഡാണല്ലേ, കാരണം നിങ്ങൾ ഏകദേശം ഒരു 6000 miles ആണ് ട്രാവൽ ചെയ്യാൻ പോകുന്നുള്ളത് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ 6000 miles വെച്ചാൽ ഇപ്പോൾ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ കന്യാകുമാരി ടു കാശ്മീരൊക്കെ ഒരു 3200 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അതിനെക്കാട്ടി എത്രയോ ദൂരമാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ് ഈ യാത്രയുടെ? എക്സൈറ്റ്മെന്റ് കാര്യം പറയണ്ട. ഇന്നലെ രാത്രി മുതൽ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല എന്നാണ് രാവിലെ അവർ പറഞ്ഞത്. പലരും, ചിലരൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാ, ചിലർ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള 1-2 പേര് ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. അവരിന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ എല്ലാവരും പറയുന്നത് ഉറങ്ങിയിട്ടില്ല എന്നൊക്കെയാണ്. സോ ഇറ്റ്സ് വെരി വെരി എക്സൈറ്റിംഗ്. എനിക്ക് പേഴ്സണലി ദിസ് ഹസ് ബീൻ ലൈക്ക് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു ദിസ് ഫോർ എ ലോങ് ടൈം. ഫസ്റ്റ് ടൈം ആണ് ഇത്രയും ദൂരം. അതെ. ഞങ്ങൾ ഇതിനു മുമ്പ് ഒത്തിരി റൈഡ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കോസ്റ്റ് ടു കോസ്റ്റ്, അതും 50 മണിക്കൂറിൽ. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഗ്രാവിറ്റി പറയുവാണെങ്കിൽ ഈ 50 മണിക്കൂറിൽ ഞങ്ങൾക്ക് കഷ്ടി ഒരു 6 മണിക്കൂർ ഉറങ്ങാൻ കിട്ടും. ബാക്കി 44 മണിക്കൂറും ഞങ്ങൾ ഓൺ ദ റോഡാണ്, റൈഡിംഗ് ആണ്. ടു ബി ഏബിൾ ടു ഗെറ്റ്. അപ്പൊ that is going to be our city. The only break we'll take is primarily for fueling, and if anybody feels really hungry we'll stop. അല്ലെങ്കിൽ കയ്യിൽ ഞങ്ങൾ പ്രോട്ടീൻ ബാർസും
സ്നാക്ക് ബാർസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ചാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് നിങ്ങളെ ഈ ബൈക്സിനെ പറ്റിയാണ്. കാരണം നാട്ടിലുള്ളവർക്കൊന്നും ഇങ്ങനത്തെ ഒരു ബൈക്സ് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ പല ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ആയ ബൈക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബൈക്സിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ? യാ ഷുവർ. അപ്പോൾ ഈ ഇത്രയും ലോങ് റൈഡ് പോകുമ്പോൾ ടിപ്പിക്കലി 2 ടൈപ്പ് ബൈക്സ് ആണ്. ബൈക്സ് പല ജോൺറോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ നാട്ടിൽ മോസ്റ്റ്ലി കണ്ടിട്ടുള്ളത് ക്രൂസർ ബൈക്സ് ആണ്. പക്ഷെ അതല്ലാണ്ടും പല പർപ്പസിനുള്ള പല ജോൺറോസിൽ ബൈക്സ് ഉണ്ട്. ഇത്രയും ലോങ് റൈഡും റഫർ റോഡ്സിനും ഒക്കെ വേണ്ടിയുള്ള ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നതിനകത്ത് റഫ് റോഡ്സ് ഇല്ല, ലോങ് റോഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ 2 ജോൺറോസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഒരെണ്ണം ഈ ക്രൂസർ എന്ന് പറയുന്ന ബൈക്കിന്റെ ഒരു ഹയർ വേരിയന്റ് ഉണ്ട്, ടോറർ എന്ന് പറയുന്നത്. ടോററിലാണ് ബാഗേജസും സ്റ്റോറേജ് സ്പേസും എല്ലാം ഉള്ളത്. ഭയങ്കര അധികം കംഫർട്ട് ഉണ്ട്, അങ്ങനത്തെ ഒരു കാറ്റഗറി. രണ്ടാമത് അഡ്വഞ്ചർ സ്പോർട്ട് ബൈക്ക് എന്ന് പറയും, ADV എന്ന് പറയും അവര്. അഡ്വഞ്ചർ ടോററും ഉണ്ട്, അഡ്വഞ്ചർ സ്പോർട്ടും ഉണ്ട്. അങ്ങനത്തെ ബൈക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ഓഫ് റോഡിങ്ങും കൂടി ഹാൻഡിൽ ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഒരു റോഡിൽ കുറച്ച് അൺപേവ്ഡ് സെക്ഷനോ എല്ലാം വരുവാണെങ്കിൽ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ 2 ജോൺറോസ് ആണ് ടിപ്പിക്കലി പോവാറ് ഇങ്ങനത്തെ ബൈക്ക്. ഞങ്ങളുടെ ബൈക്ക് ആ 2 കാറ്റഗറീസാണ്. ഇതൊരു അഡ്വഞ്ചർ ടോറർ ആണ്. KTMന്റെ അഡ്വഞ്ചർ സ്പോർട്ട് ആണ്. 1290 cc ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് കേപ്പബിൾ ബൈക്സ് വേൾഡില്. ആഫ്രിക്കയിലുള്ള റാലീസിലൊക്കെ നമ്പർ 1 ഈ വണ്ടിയാണ്. ഇത് മേക്ക് ചെയ്താണ് KTM. ഇത് ഇന്ത്യയിൽ ഇതിന്റെ ചെറിയ വേരിയന്റ് ഉണ്ട്, 390 ഉണ്ട്. ഇത് BMW-ന്റെ K1600 എന്ന് പറയും. 1600 cc ആണ്. ഇതൊരു ടോറർ ആണ്. കുറച്ചുകൂടെ ലോവർ ആയിരിക്കും, കുറച്ചുകൂടെ റിലാക്സ്ഡ് റൈഡ് ആയിരിക്കും. ഇത് അഡ്വഞ്ചർ സ്പോർട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ ടോളർ റൈഡ് ആണ്. ഇതിൽ എണീറ്റ് നിന്നൊക്കെ ഓടിക്കാം. അങ്ങനെയാണ് ഇവരുടെ പേര് ഇവിടെ ഉണ്ട്, ടസ്കസ്. ഇത് ട്രയംഫിന്റെ ടൈഗർ എന്ന് പറയുന്നത്, ടൈഗർ 900 വേർഷൻ ആണ്. ടൈഗർ, യെസ്. Yeah, this is again an adventure tourer bike, and 900 cc's, very efficient and very powerful, and it does the job for a ride like this. Okay, yeah. അത് ഞാൻ നേരത്തെ കാണിച്ച BMW-ന്റെ K1600 തന്നെയാണ്, വേറെ ഇയർ ആണെന്ന് മാത്രം. എന്റെ 2019 ആണ്, ഇത് 2014 ആണ്. ആൻഡ് ഇത് ഡുക്കാട്ടിയുടെ മൾട്ടി സ്ട്രാഡ എന്ന് പറയും. ഇതും അഡ്വഞ്ചർ ടോറർ ആണ്. പക്ഷെ ഡുക്കാട്ടിയുടെ മൾട്ടി സ്ട്രാഡ എന്ന് പറയുന്നത് ഒത്തിരി അധികം കേപ്പബിലിറ്റീസ് ഉള്ള ഒരു അഡ്വഞ്ചർ സ്പോർട്ടാണ്. അഡ്വഞ്ചർ ടോററിൽ ഏറ്റവും കേപ്പബിളും ഏറ്റവും എഫിഷ്യൻറ്റും ഏറ്റവും പവർഫുള്ളും ആയിട്ടുള്ള വണ്ടികളിലൊന്നാണ് ഇത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അടുത്ത കാലത്ത് കനേഡിയൻ ഒരു റൈഡർ റൗണ്ട് ദ ഗ്ലോബ് ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു. രണ്ടുപേരുടെ, ഒരു അങ്ങേരുടെ ക്യാമറമാനും കൂടെ ഒരു ബൈക്കില് റൗണ്ട് ദ വേൾഡ് ട്രിപ്പ് അടിച്ചായിരുന്നു. അതൊരു വേൾഡ് റെക്കോർഡാണ്. അത് ഈ വണ്ടിയിലാണ് ചെയ്തത്. അവര് ഇന്ത്യയിലും ഒക്കെ പോയായിരുന്നു അതിൽ. അപ്പൊ പിന്നെ മൈൽസ് പെർ ഗാലൻ എങ്ങനെയായിരിക്കും? ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് അങ്ങനെ ഒരു പറയാൻ പറ്റുമോ ഒരു ഫിഗർ? ഐ മീൻ വളരെ കുറവായിരിക്കും അല്ലേ? ഈ വണ്ടികൾക്ക് മിക്കതിനും ടോർക്കാണ് കൂടുതൽ, അതായത് ഈ ടോറേഴ്സ് വെഹിക്കിൾസിന്. അപ്പൊ ഹോഴ്സ് പവർ അല്ല, അതിന് കൂടുതൽ ടോർക്സ് ആണ്. അങ്ങനെയുള്ള വണ്ടികൾക്ക് മൈലേജ് അത്യാവശ്യം ഉണ്ട്. അതായത് ഒരു ഗാലൻ നേരാന്ത് 40-45 മൈല് കിട്ടും. ഇതിലൊക്കെ ഗ്യാസ് ടാങ്ക് ഒത്തിരി വലുതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു 200 മൈല് കഴിഞ്ഞാൽ നിർത്തിയാൽ മതി. അതിന് മുമ്പ് ആർക്കും നിർത്തേണ്ടി വരില്ല ഗ്യാസിന്. 200 എന്ന് പറയുമ്പോൾ റഫ്ലി ഒരു 3.5-4 മണിക്കൂർ ഞങ്ങൾ കണ്ടിന്യൂസ് റൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടെ ഇന്ന് സജി ഉണ്ട്. അപ്പോൾ സജിയോട് ഈ ബൈക്സിന്റെ പ്രൈസിനെ കുറിച്ചൊക്കെ ചോദിക്കാം. ഓക്കെ സജി, ഇതിന്റെ പ്രൈസിനെ കുറിച്ചൊന്ന് ഏകദേശം ഒരു ഫിഗർ പറയാൻ പറ്റും? അപ്പൊ ഇത് പ്രൈസ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യും, പല ഓപ്ഷൻസ് പോലെ, നമ്മുടെ കാറിനെ പോലെ. അപ്പൊ ഇത് കുറച്ചുകൂടിയും ഒരു ഓഫ് റോഡും ടൂറിംഗ് കേപ്പബിൾ ആണ്. ഇതിന്റെ സസ്പെൻഷനും പിന്നെ പാനിയേഴ്സും ഇതെല്ലാം. ഇത് ഏകദേശം ഇത് ഓൺ റോഡ് എനിക്ക് ഇതിന്റെ 34,000 ആണ്. $34,000. പിന്നെ നമ്മുടെ മെയിൻ്റനൻസ് പ്ലാനും എല്ലാം കൂടി കൂട്ടി to 37 എനിക്കിത് റോഡിൽ ഇറക്കാൻ. ഓക്കെ 37 റഫിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇന്ത്യയിലും ഇതിപ്പോ ഇവര് ഇറക്കുന്നുണ്ട്. ഒരു 30-40 അകത്താണ് ഇതിന്റെ പ്രൈസിങ്. ഓക്കെ. അപ്പൊ ഏകദേശം എല്ലാം ഒരേ പ്രൈസ് റേഞ്ച്. ഇപ്പൊ BMW ആയതുകൊണ്ട് കുറച്ച്
ഇതിന് കുറച്ച് ഇതും ഏകദേശം എനിക്ക് തോന്നുന്നത് 30,000. 30. ഓക്കെ ഓക്കെ അതിന്റെ പുതിയത് ഏകദേശം ആ റേഞ്ച് ഓൾമോസ്റ്റ് ഒരു 30-40 ആ ഒരു റേഞ്ചിൽ ആണായിരിക്കും അല്ലേ? ഓക്കെ 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 ഓക്കെ. പിന്നീട് ഈ ട്രിപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അറ്റ്ലാന്റ ടു കാലിഫോർണിയ ആണല്ലോ നിങ്ങൾ ട്രിപ്പിൻ്റെ ലൊക്കേഷൻ സ്റ്റാർട്ട് ടു എൻഡ്. അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാൻ എന്താണ് ഒരു കാരണം? നമ്മൾ ഈ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 50cc എന്ന് പറഞ്ഞാൽ അയൺ ബർട്ട് അസോസിയേഷന്റെ അവരുടെ ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ബേസിക്കലി എന്ന് പറഞ്ഞാൽ CC എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ഒരു കോസ്റ്റിൽ നിന്ന് ഒരു കോസ്റ്റിലേക്ക്. ഓ ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്ലോറിഡ ടു കാലിഫോർണിയ. ഐ മീൻ ഷോർട്ടസ്റ്റ് കോസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ജാക്സൺവിൽ ടു സാൻഡിയാഗോ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഷോർട്ടസ്റ്റ് കോസ്റ്റ് വരുന്നത്. അതിന്റെ ഇത് 50 hours-ലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ജാക്സൺവില്ലിലേക്ക് പോകും. എന്നിട്ട് നാളെ രാവിലെയാണ് നമ്മുടെ ടൈം ആൻഡ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. വൺസ് വി ഫിൽ ദ ഗ്യാസ് അവിടുന്ന് നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്യും. 50 hours and are counting. Okay. So that is around 2,300 miles from Jacksonville to San Diego. ഓക്കെ. ജാക്സൺവിൽ ടു സാൻ ഡിയാഗോ. അപ്പോൾ നിങ്ങൾ ഇവരുടെ ഒരു ഇത് പ്ലാൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈമാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ ഇവരുടെ മൈൽസ് കവർ ചെയ്യുന്നതല്ല. കാരണം ഇത് എത്രയോ ദൂരമാണ് ഇവർ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇവർ എത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെന്റ്. അതിനനുസരിച്ചുള്ള നിങ്ങൾ ആ സർട്ടിഫിക്കേഷനും ഇവർക്ക് ഫസ്റ്റ് ഡേ നമ്മൾ സാറ്റർഡേ റൈഡ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത് അറൌണ്ട് 1,200 miles ആണ്. പിന്നെ നമ്മൾ ടെക്സസിൽ നമ്മൾ സ്റ്റോപ്പ് ഓവർ എടുക്കുന്നുണ്ട്. ഒരു അറൌണ്ട് 6 hours ഒരു സ്മോൾ നമ്മളൊന്ന് ഉറങ്ങും. പിന്നെ അതിന്റെ നെക്സ്റ്റ് മോർണിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് അറൌണ്ട് 1,100. സോ രണ്ട് ആഡപ്പ് ചെയ്ത് സാൻഡിയാഗോ നമ്മൾ എത്തുമ്പോൾ ഏകദേശം 2,400 miles ആൻഡ് വി ഹാവ് ടു ഡു ദാറ്റ് വിതിൻ 50 hours ഇൻക്ലൂഡിംഗ് the whole thing. ഓക്കെ. അപ്പോൾ നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്സ് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അറ്റ്ലാന്റയിലാണ് നമ്മളുള്ളത്. ജോർജിയ സ്റ്റേറ്റിൽ. ജോർജിയയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക്. ഫ്ലോറിഡ ടു എവിടെയായിരിക്കും നിങ്ങൾ? അലബാമ കഴിഞ്ഞ് അലബാമ പോകുമെന്ന് നോക്കണം എനിക്ക്. അല്ല, ഒരു മാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് ടെക്സാസ് ഒക്കെ കഴിഞ്ഞ് കാലിഫോർണിയ. ഓക്കെ. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 7 സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ടെക്സസ് ആണ് ഏറ്റവും വലുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ദൂരം പോകുന്നത്? ഇത്രയും എന്റെ പേഴ്സണലി ബെസ്റ്റ് ഒരു 500 miles ആണ്. ഞാൻ ജാക്സൺവിൽ പോയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ ഡസ്റ്റിൻ, പിന്നെ നോർത്ത് കാരോലിന, അതൊക്കെ കുറച്ചുകൂടി അടുത്താണ്. അതൊരു 500 milesന്റെ ഒരു ഇതാണ്. എന്റെ ഇതിൽ ഞാൻ ആദ്യമായിട്ട് ഒരു പെർ ഡേ 1,200 miles കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നൈസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ടൈമായി. എന്നാലും ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നിങ്ങളെ ഗ്രൂപ്പിനെ കുറിച്ച് നവദീൻ ഭായ് പറഞ്ഞു, ടസ്കേഴ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറിനും ചിലപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പിൽ പങ്കാളിയാവണം തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഗ്രൂപ്പിലേക്ക് എടുക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു കാര്യം? നമ്മുടെ ഗ്രൂപ്പ് വെൽക്കമിങ് ആണ്. ബേസിക്കലി ഒരു മോട്ടോർ സൈക്കിളും പിന്നെ മലയാളം, നമ്മളൊരു കേരളം, അതാണ് നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ ഇത്. അപ്പോൾ നമ്മൾ തമാശകളും ഇതും ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് നൈസ്. കാരണം എന്തായാലും ഇപ്പോൾ ഇവരുടെ ഒരു ഗ്രൂപ്പ് പറഞ്ഞാൽ ഒരു 70 members ഓൾറെഡി ഉണ്ട്. 70 members-ഉം പിന്നെ ഒരു 100 പരം ബൈക്കുകളുണ്ട്. ഒരാൾക്ക് തന്നെ 1-2 അതിലേയും ബൈക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച നവനീതാണ് ഇവരുടെ ഹെഡ് അല്ലേ? എല്ലാവരും കൊമ്പന്മാരാണ്. കൊമ്പന്മാർ. യെസ്. ഓക്കെ ഓക്കെ. ഗോപിയോട് നമ്മൾ ഈ ബൈക്കിന്റെ കാര്യം ഒന്നും കൂടി ചോദിക്കാം. ഓക്കെ. ഗോപി അത്ര മലയാളം അങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് അറിയില്ല. മലയാളം കുറച്ച് ഷേക്കാണ്, പക്ഷേ ബൈക്കിംഗ് ഭയങ്കര സ്റ്റഡിയാണ്. ഓക്കെ. So this is a KTM racing tourer bike, adventure sports bike. I got it in last September. Okay. Brand new one. I've just put 1,000 miles on it. Okay. Now I'm hitting the big test, 6,000 miles. Oh, first time. First time. Okay. This one has capacity and capability to hit transcontinental. Okay. പറയണോ എന്തെങ്കിലും about KTM? ബൈക്കിനെ കുറിച്ച് പറയാണ്ട. ഇത് നമ്മൾ സുരേഷ് ഭായ്
സുരേഷ് ഭായി കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. അതെ, കുറച്ച് ഈ യാത്രയെ കുറിച്ച് എന്തെങ്കിലും എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? സോ എക്സൈറ്റിംഗ് ആയിട്ട് വളരെ കുറച്ച് ഇന്ത്യൻസ് മാത്രം ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ്. അതെ അതെ അതെ. സോ കോസ്റ്റ് ടു കോസ്റ്റ്, റൈറ്റ്? അമേരിക്ക ഇസ് ദ ബിഗ്ഗസ്റ്റ് കോണ്ടിനെന്റ് ദാറ്റ് ടു. അപ്പം വളരെ ചാലഞ്ചിങ് ആണ്. 50 hours ഇത് ചെയ്യണം. ബട്ട് വി ആർ ഓൾ സീസൺ റൈഡേഴ്സ്. വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് വാക്ക് ഇൻ ദ പാർക്ക് ഫോർ us. പ്രശ്നമല്ല. കിലോമീറ്റേഴ്സ് കണ്ടിരിക്കുന്നു. കിലോമീറ്റേഴ്സ് ആണല്ലോ. സീസൺ റൈഡേഴ്സ്, എക്സ്ട്രീംലി പവർഫുൾ മെഷീൻ. അതെ, ഇതെല്ലാം ഒരു റോക്കറ്റ് ആണ് ബേസിക്കലി. ഒരു 10-20 ഇരട്ടി പവറാണ് ഉള്ളത് നമ്മുടെ സാധാരണ ബൈക്കുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. എല്ലാ ബ്രാൻഡും ഉണ്ട്. അതെ, നമ്മൾ പരിചയപ്പെട്ടു, എല്ലാ ബ്രാൻഡിനെ പരിചയപ്പെട്ടു. നിങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് BMW GSA. ഇതാണ് നമ്മൾ നേരത്തെ മിസ്സായ ബൈക്ക്. മാതിരിയാണ്. ഒരു 8-9 ഗാലൻ ഗ്യാസ് ഉണ്ട്. അതായത് 9 ഗാലൻ എന്ന് പറയുമ്പോൾ ഏകദേശം എന്റെ സിവിക്കിനും അത്രയൊക്കെ തന്നെ കപ്പാസിറ്റി ഉള്ളൂ. ലോങ് ഡിസ്റ്റൻസ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പോവാം. എല്ലാം പാക്ക് ചെയ്തിട്ട് പോവാം. ശരിക്കും ഒരു ഫാമിലിക്ക് ഒരു ക്യാമ്പ് ചെയ്യാനുള്ള എല്ലാ സാധനവും ഇതിനകത്ത് പാക്ക് ചെയ്തിട്ട് പോവാം. പക്ഷെ ഇത് ഈ ഒരു സെറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഇപ്പോഴും. സൂപ്പറായിട്ട് ഇരിക്കാം. ഞാൻ ഹോപ്പ്ഫുള്ളി നമ്മൾ അവിടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടിനെ ഒക്കെ വിളിച്ചോണ്ടെന്നാണ് വിചാരിക്കുന്നത്. ആർക്കും അറിയില്ലല്ലോ, വൈഫോടെ ഉണ്ട്, സീക്രട്ട് ആണ്. കിട്ടുമായിരിക്കും. ഗേൾസ് ആർ അട്രാക്റ്റഡ് ടു ബൈക്സ്. ഡെഫിനറ്റ്ലി. അതെ, തീർച്ചയായിട്ടും. Okay. Thank you for the opportunity. Hope this becomes very popular. അടുത്ത പ്രാവശ്യം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പോപ്പുലർ ബ്ലോഗർ ആക്കണം. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഹെലികോപ്റ്ററിൽ ഒന്ന് നമ്മൾ ഇന്റർവ്യൂ എടുക്കും. Okay. All the best, man. All right, thank you Suresh. Okay. Yeah. So getting back to KTM, this is one of the rival competitors to our BMW. And our guru, this guy has only recommended me to buy the KTM. Hitting the full Transcontinental, very confident of hitting it. Okay. So it should go well. Touch wood. All right. Yeah. That's right. That's the best one. Highest horsepower in the whole group. Just want to let you know about that. Okay. Yeah. Super. Very good to know. Very good to know. Yeah. Thank you so much. Thank you. All the best. All the very best. Yeah. Enjoy. Yeah. ഓക്കെ ഗൈസ്, അങ്ങനെ അവർ പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് പരസ്പരം കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. അതായത് ആൾക്കാർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഗ്യാസൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അവർ യാത്ര പുറപ്പെടും. അപ്പോൾ അവർ തയ്യാറായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ്. അതാണ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി കുറച്ച് നിങ്ങൾക്ക് തോന്നുന്നത്. ഇതൊരു രാവിലെ 5 മണിക്ക് എടുത്ത വീഡിയോ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കൂടെ നമുക്ക് വരുന്നത്. താങ്ക് യു.